ഈ അലയൻസ് അരീനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അലയൻസ് അരീനയിൽ കളിച്ചിട്ടുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ ഗ്രൗണ്ട് പിന്തുണച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ വിജയിച്ച് കയറിയിട്ടുള്ളത് ഡെബ്യൂട്ടന്റ് ആയിട്ടുള്ള, അതായത് ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് ആ കൂട്ടത്തിൽ ചാമ്പ്യൻസ് ലീഗ് നേടാത്ത ടീമാണ്. അതായത് PSG-യും ഇന്റർ മിലാനും ഫൈനൽ കളിക്കുന്ന സമയത്ത് 3 വട്ടം ഇന്റർ മിലാൻ ഇതിനു മുമ്പ് കപ്പടിച്ചിട്ടുണ്ട്. പക്ഷെ PSG ഒരിക്കൽ പോലും കപ്പടിച്ചിട്ടില്ല. അപ്പോൾ ഗ്രൗണ്ടിന്റെ ഒരു ചരിത്രം വെച്ചിട്ട് PSG ചാമ്പ്യന്മാരാവാനുള്ള ഒരു ഹിസ്റ്ററിയാണ് ഈ ഗ്രൗണ്ട് നമുക്ക് മുന്നിട്ട് വയ്ക്കുന്നത്. ഫുട്ബോളാണ്, നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ എംബാപ്പെ വിട്ടുപോയ, അല്ലെങ്കിൽ നെയ്മറും മെസ്സിയും ഉള്ള കാലത്ത്, അല്ലെങ്കിൽ നെയ്മറും മെസ്സിയും എംബാപ്പയും ഉണ്ടായിരുന്ന കാലത്ത് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ കഴിയാതിരുന്ന PSG ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് നടത്തുമ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പേര് അവരുടെ കോച്ചായിട്ടുള്ള ലൂയിസ് എൻറിക്കെയാണ്. എന്താ പറയാ, താരതമ്യേന അത്ര സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ഒരു ടീമിനെ ഒരു ചാമ്പ്യൻസ് ടീമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന ഒരു കോച്ചിന്റെ പങ്ക് നമുക്ക് ഒരിക്കലും വിസ്മരിച്ച് കളയാൻ പറ്റില്ല. സോ എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് മറുവശത്ത് ഇന്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ സിമിയോണി ഇൻസാഗി എന്ന് പറയുന്ന കോച്ച് അയാൾ കൂടുതൽ വിങ്ങേഴ്സിനെ അല്ലെങ്കിൽ വിങ് ബാക്കുകളെ ആശ്രയിക്കുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ നിക്കോ ബരേല ഉണ്ട് മിഡ്ഫീൽഡിൽ, ചലനോലും ഉണ്ട് മിഡ്ഫീൽഡിൽ, മെക്കിത്താരി ഉണ്ട് മിഡ്ഫീൽഡിൽ. അപ്പോൾ ഈ പറയുന്നത് പോലെ രണ്ട് ടീമുകളും കൂടുതലായിട്ടും മിഡ്ഫീൽഡിൽ കളി മെനഞ്ഞ് വിങ്ങുകളിലേക്ക് ആ കളിയെ സ്പ്രെഡ് ചെയ്ത് വിങ്ങുകളിൽ നിന്ന് ക്രോസുകളിലൂടെ ഗോളടിക്കുക എന്ന് പറയുന്ന, ഇപ്പോൾ PSG സംബന്ധിച്ചിടത്തോളം PSG ക്രോസുകളെ അങ്ങനെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്ന ടീമല്ല. മറിച്ച് നമ്മുടെ ഇന്റർ മിലാൻ എന്ന് പറയുന്നത് കുറെ കൂടി ക്രോസുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള, ഹെഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെ വോളികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്ലേ മേക്കിംഗ് സ്റ്റൈലാണ് സിമിയോണി ഇൻസാഗി. എന്ത് തന്നെയായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം എന്താ പറയുക, ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് പൊടിപാറ്റുന്ന മത്സരമായിരിക്കും. വിജയികൾ ആരായാലും ഇത് നമ്മുടെ ഫുട്ബോളിന്റെ ഉന്നതിക്ക് അല്ലെങ്കിൽ ഫുട്ബോളിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമാകുമെന്ന് തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗ് ഒരു മൊണോപ്പൊളി ആയിട്ട്, അല്ലെ റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബാഴ്സലോണ എന്ന് പറയുന്ന ടീമുകൾ മാത്രം വിജയിച്ചു വരുന്ന ഒരു മൊണോപ്പൊളി എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടാതെ എന്താ പറയുക, മറ്റു പല ടീമുകൾ ഇപ്പോൾ ഇന്റർ പോലെയുള്ള, PSG പോലെയുള്ള, അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ ഏതെങ്കിലും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ടീമുകളൊക്കെ ഫൈനൽ കളിക്കുന്നതും അവർ കപ്പ് ഉയർത്തുന്നതുമാണ് എന്നും ഫുട്ബോളിന്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിന്റെ സൗന്ദര്യം. അതുപോലെ ഇന്ന് ഏറ്റവും മികച്ച ഫുട്ബോൾ കാഴ്ചവെക്കുന്ന, ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ടീമുകൾ വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം.